എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു നാടൻ റെസിപ്പിയാണ്. നല്ല കൊടംപുളിയൊക്കെ ഇട്ട് വെച്ചൊരു കോട്ടയം സ്റ്റൈൽ ചെമ്മീൻ കറി. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും. ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കുക, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടും. ഇതുണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. നമ്മുടെ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തണുപ്പായതുകൊണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു അല്പം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഒരു കയ്പ്പരസം വരും. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. 4 അല്ലിയാണ് കേട്ടോ, 4 വെളുത്തുള്ളിയല്ല. പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാനിവിടെ ചെറിയൊരു എമൗണ്ടാണ് കാണിക്കുന്നത് കറി കേട്ടോ. ഒരു 250 ഗ്രാം ചെമ്മീൻ വെച്ചിട്ടുള്ള അളവാണ് ഞാൻ കാണിക്കുന്നത്. അതിലേക്കുള്ള അളവുകളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2 പച്ചമുളക് ഇതേപോലെ നടുവേ കീറിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ഇഞ്ചി ചേർക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനെ ഇതുപോലെ നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. അതോടെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ല രീതിയിൽ വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം മീൻകറിയിൽ കറിവേപ്പില ഇടുന്തോറും അതിൻ്റെ ടേസ്റ്റ് കൂടേ ഉള്ളൂ. അപ്പോൾ ഞാനെന്തായാലും ഇപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, ഇനിയും നമ്മൾ ഇടും കേട്ടോ. ഇനി നമുക്കൊരു സ്പെഷ്യൽ സാധനം ചേർത്ത് കൊടുക്കണം, തേങ്ങാക്കൊത്ത്. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഇത് നമ്മൾ തേങ്ങ അരച്ചിട്ടൊന്നല്ല ഈ കറി വെക്കുന്നത്. ഇതിൽ ഈ തേങ്ങാക്കൊത്ത് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഈ തേങ്ങാക്കൊത്ത് ഇതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് തേങ്ങാക്കൊത്ത് കുറച്ചൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം. വല്ലാണ്ടങ്ങ് മൊരിയണ്ട, എന്നാലും കുറച്ചൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ. ഈ സമയം നമുക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറവാണെങ്കിൽ വീണ്ടും ചേർക്കാം കേട്ടോ. എന്തായാലും ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ തേങ്ങാക്കൊത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊടികളിൽ ആദ്യം ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും മതി കേട്ടോ ഇതിലേക്ക്. അപ്പോൾ മുളക് പൊടിയുടെ കാര്യം നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിപ്പോൾ അങ്ങ് വല്ലാണ്ട് സ്പൈസി ആക്കിയിട്ടല്ല ഉണ്ടാക്കുന്നത്, ഒരു മീഡിയം സ്പൈസ് ലെവലിലാണ്. അതുകൊണ്ടാണ് ഞാൻ 1/2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൊടംപുളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇത്രയും അളവ് കൊടംപുളിയാണ് ഞാൻ എടുത്തിട്ടില്ല. അത് ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. ആ സോക്ക് ചെയ്ത് വെച്ച് വെള്ളത്തോടെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി നമ്മളിപ്പോൾ സോക്ക് ചെയ്ത വെള്ളത്തോടെയല്ലേ ഇതിലേക്ക് ഒഴിച്ചത്. ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ നമ്മളിനി എക്സ്ട്രാ വെള്ളം ഒഴിക്കും, പക്ഷേ അതിന് മുമ്പായിട്ട് ഇപ്പോൾ ഈ ഒഴിച്ച വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. വറ്റിച്ചിട്ട് ഒന്ന് കുറുകി വരുന്ന രീതിയിൽ ആക്കിയെടുക്കണം. അപ്പോൾ അതൊന്ന് കിടന്ന് തിളക്കട്ടെ. പിന്നെ കൊടംപുളി തന്നെ ചേർക്കണം കേട്ടോ. വാളംപുളി ചേർത്താൽ ഒരിക്കലും ഈ ടേസ്റ്റ് കിട്ടില്ല, അത് ഞാൻ പ്രത്യേകം പറയണം. കൊടംപുളി തന്നെ ചേർക്കണം ഇതിന്. ഇപ്പോൾ ഇതാ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഒരു വഴറ്റ് പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 2 കംപ്ലീറ്റ് ഉണ്ടാവില്ല, ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളം. നമ്മുടെ ഓരോരുത്തർക്കും എത്ര ഗ്രേവി വേണമെന്നുണ്ടെങ്കിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഞാൻ ഒരുപാട് ഗ്രേവി ആക്കിയിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 250 ഗ്രാം ചെമ്മീൻ ഇവിടെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വരുന്നതിന് മുമ്പ് ഒരിക്കലും നമ്മൾ ചെമ്മീൻ ഇടരുത്. നന്നായിട്ട് തിളച്ച് വന്നിട്ട് മാത്രമേ നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ചെമ്മീൻ ഇട്ടിട്ട് നമ്മൾ ഇളക്കുമ്പോൾ ഒരു ചെറിയ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് പതുക്കെ വേണം ഇളക്കി കൊടുക്കാനും, അല്ലെങ്കിൽ ചിലപ്പോൾ ചെമ്മീൻ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെറുതെ നമുക്ക് തോന്നുമ്പോഴൊക്കെ കറിവേപ്പില വേണമെങ്കിൽ ഇടാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം.
5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിതിൻ്റെ അടുപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ വെള്ളം കുറച്ചൊന്ന് വറ്റി കിട്ടും. ഇത്ര വെള്ളം നമുക്ക് ആവശ്യമില്ല. ഒന്നുകൂടെ ഒന്ന് കുറുകി വരുന്ന രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ഭയങ്കര ലൂസായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടെ ഒരു തിക്കായിട്ടുണ്ട് കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. ഈ സമയം നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. വേറൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇതാ കുറച്ച് ചെറിയുള്ളി ഞാൻ അരിഞ്ഞിട്ടുണ്ട്. അത് ഇതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അത് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാനാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ അത് ഈ വെള്ളത്തിൽ കിടന്ന് വല്ലാണ്ട് അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിന് മുകളിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. അതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക വെളിച്ചെണ്ണയിലിട്ടിട്ട്. അപ്പോൾ നമ്മുടെ കറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ വെള്ളം ഇങ്ങനെ വറ്റി പാകമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല. ഇതാ നന്നായിട്ട് തിളക്കുന്നുണ്ട് കറി ഇവിടെ കിടന്ന്. ഇപ്പോൾ ഇത് അതിൻ്റെ ഗ്രേവിയൊക്കെ ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ മൺചട്ടിയിൽ തന്നെ ഇത് വെക്കുമ്പോൾ അതിൻ്റെ വെള്ളം കുറച്ചുകൂടെ കുറയും മൺചട്ടിയിൽ അടച്ചു വെക്കുമ്പോൾ. ആ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. ഈ സമയം ഞാനിതിൽ നിന്ന് കുറച്ച് കുടംപുളിയുടെ പീസസ് ഒന്ന് എടുത്തിട്ട് ഒഴിവാക്കുകയാണ്. കാരണം ഇതിലിപ്പോൾ പുളി പാകമാണ്. അപ്പോൾ എല്ലാ കുടംപുളിയും കൂടെ ഇതിൽ കിടന്നാൽ ചിലപ്പോൾ പുളി കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ പീസും ഒഴിവാക്കുന്നില്ല. ഒരു 2-3 പീസ് കുടംപുളി അതിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി കോട്ടയം സ്റ്റൈൽ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. ആ ചെമ്മീൻ കറിയുടെ നല്ലൊരു അടിപൊളി സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. കാരണം അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. കുടംപുളി ഇട്ട് വെച്ച മീൻ കറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ ടേസ്റ്റ്. അത് ചെമ്മീൻ കറിയും കൂടെ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാകും. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. മൺചട്ടി ആയതുകൊണ്ടാണ് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു 4 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.